ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബട്ടർ നാൻ. അതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ നോക്കാം. വേണ്ടി ഞാൻ ഒരു കപ്പ് പാലെടുത്തിന് ഇളാനിട്ടിട്ട് നന്ന ചൂടൊന്നും വേണ്ട. അതിലേക്ക് 1.5 സ്പൂണ് ഞാൻ ഈസ്റ്റ് ഇട്ടിന്. 1 സ്പൂണ് പഞ്ചസാര ഇടണം. ഈസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇളക്കിരി വങ്ങല കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് അരച്ചിരി വെച്ച ഇത് മൈദപ്പൊടി ഇടണം. ഞാൻ 3/4 കിലോ മൈദപ്പൊടി എടുത്തിന്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരെണ്ണം മുട്ട എടുത്തിന്. മുട്ട പൊട്ടിച്ചിട്ടിടണം. പിന്നെ അരക്കപ്പിൽ ഒലിവ് ഓയിൽ എടുക്കണം, അതിടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതിനെ മിക്സാക്കിയിട്ട് നല്ല കൊടുക്കണം. അതിനെ പങ്ങല മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് കൊടുത്താൽ കഴിയും. പിന്നെ നല്ല മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് നോക്കില്ല ഇതേമാതിരി വെക്കണം. പിന്നെ പങ്ങല കുഴച്ചിട്ട് എടുക്കണം. കുഴച്ചിട്ട് എടുത്തിട്ട് ഒരു 2 മണിക്കൂർ സൈഡിൽ വെക്കണം. ഉള്ളി എടുത്തിന്, ഒരു ക്യാരറ്റ് എടുത്തിന്, ഉള്ളിൻ്റെ ബാജി, ഒരു ക്യാപ്സിക്കം, കൊത്തമ്പീർ എത്ര ഞാൻ ചെറുങ്ങനെ മുറിച്ചിട്ട് എടുത്തിന് ഒരു സൈഡിൽ. ചില്ലി പ്ലസ് മസാലപ്പൊടി, കുരുമുളക് പൊടി, 1/4 സ്പൂണ് ജീരകപ്പൊടി, ചിക്കൻ മസാല എടുത്തിന്, ചാട് മസാല എടുത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിന് 1 സ്പൂൺ. മുമ്പ് കടായി എടുത്തിട്ട് കടായിക്ക് മസ്ക ഇട്ടിട്ടില്ലേ ഈ പച്ചമുളക് കുറച്ച് മുറിച്ചിട്ട് ഇടണം. എരിവിനനുസരിച്ചിട്ട് മുറിച്ചിട്ട് വെച്ച വെജിറ്റബിൾ എല്ലാം ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇട്ടാങ്കാവും. പിന്നെ ഈ മസാല എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ചൂടാക്കിയെങ്കിൽ മതി. ഇത് കായ്ക്കണം വേവണം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരു സൈഡിൽ ഞാൻ കോഴി ഇതാക്കി വേവിച്ചിട്ട് വെച്ചിട്ടില്ല. കോഴി ഞാൻ കുറച്ച് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തിന് അതിനിടണം. പിന്നെ ഈ ഉള്ളീൻ്റെ ബാജിയില്ല അതിനിടണം. ഇത് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസിൽ വേവിപ്പിക്കാനൊന്നും പാടില്ല. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു സൈഡിൽ വെക്കണം. ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുക്കണം. നോക്കാമല്ലോ, എന്ത് പച്ചക്കറി എന്ത് വേവിക്കാൻ പാടില്ല. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഇടണം. പിന്നെ ഒരു മുട്ട എടുത്തിട്ട് പിന്നെ അരക്കപ്പ് പാലെടുത്തിട്ട് ഇല്ല മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. ഇതേമാതിരി ഞാൻ 50 ഗ്രാംസ് ബട്ടർ എടുത്തിന്. അതിലേക്ക് ചെറുങ്ങനെ കൊത്തുമീർ മുറിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. നോക്കല്ലോ, ഞാൻ ആട്ടന്ന് കൊണ്ടിട്ട് 2 മണിക്കൂറായി. പിന്നെ ഈ ആട്ടനെ എടുത്തിട്ട് നോക്കി ഇതേമാതിരി നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. നോക്കാമല്ലോ, ഇങ്ങനെ ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ചിട്ട് എടുക്കണം. പിന്നെ മുറിച്ച് പിന്നെ വയറിനാക്കിയിട്ട് ചുട്ടെടുക്കണം. നോക്കി ഇതേമാതിരി പരത്തിയിട്ട് പിന്നെ ആയിരുന്നു ഉണ്ടെടുത്തിട്ടില്ല ഇതേമാതിരി പരത്തണം. പരത്തിയിട്ടില്ല ഇത് നാൻ ബട്ടർ നാനല്ലേ, തടിങ്ങനെ പരത്തിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഉള്ളിൽ മസാല വെച്ചിട്ട് ഞമ്മ പരത്തുമ്പോൾ അത് പൊട്ടിപ്പോവും. തടിങ്ങനെ പരത്തിയിട്ട് എടുക്കണം. പിന്നെ മസാല തേച്ച് പിന്നെ ഇതേമാതിരി ഷേപ്പാക്കിയിട്ട് എടുക്കണം. നോക്കല്ലോ, ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. ഉണ്ടാക്കിയിട്ട് ഇത് പയ്യൊക്കെ അതിനെ പരത്തിയിട്ട് ഇടണം. ഇതേമാതിരി നോക്കല്ലോ, പൊട്ടാൻ പാടില്ല. ഇതിനെ പതുക്കെ പരത്തിയിട്ട് എടുക്കണം. പിന്നെ സൈഡ് നല്ല ഈ കിനാരെ നല്ല മടക്കിയിട്ട് വെക്കണം. പിന്നെ സ്പൂൺ കൊണ്ട് ഇതേമാതിരി സ്പൂൺ കൊണ്ട് ചെറുങ്ങനെ അത് മുകളിലേക്ക് കുത്തിയിട്ട് എടുക്കണം. പിന്നെ ഈ മുട്ടയും പാലില്ലേ അതിനെ തേച്ചിട്ട് എടുക്കണം. അതിൻ്റെ മുകളിലേക്ക് വെളുത്ത എള്ളില്ലേ എള്ള് പാറ്റണം മുകളിലേക്ക്. ഈ ഇതില്ലേ ബട്ടർ കൊത്തുമീർ ഇട്ടാലും മോശമില്ലായ പിന്നെ ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് പിന്നാക്കിയിട്ടിട്ട് ഇങ്ങനെ ഞാൻ 2 എണ്ണം ചുട്ടിട്ട് എടുത്ത്. ഞാൻ ഓണിൽ വെച്ചുണ്ടാക്കുന്നത്, ഗ്യാസിൻ്റെ മുകളിൽ തവയിൽ വെച്ചിട്ടുണ്ടാക്കിയാലും മോശമില്ല. പിന്നെ ഇതേമാതിരി 10 മിനിറ്റ് ഇതിനെ വെച്ചിട്ട് എടുക്കണം. പിന്നെ പിന്നെ നോക്കുന്നത് ഇത്ര കാഞ്ഞ് പിന്നെ ഞാൻ ഈ മസ്കയും ബട്ടറും കൊത്തുമീറും ഇട്ട് മുകളിലേക്ക് നമുക്ക് റെഡിയായി. പിന്നെ ഞാൻ ഇത് റെഡിയായി ഉണ്ടാക്കിയിട്ടായി. നോക്കാമല്ലോ, ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എയർ ഫ്രയറിൽ ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി എങ്ങനെയാണെന്ന്. നോക്കുമ്പോൾ അതും നല്ല കാണാൻ തന്നെ നല്ല അതിന്. നോക്കല്ല, ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുത്ത് ഈലും നല്ലതെന്ന് ഉണ്ടാക്കിയെങ്കിൽ ഓവണിൽ ഉണ്ടാക്കിയെങ്കിൽ നല്ലത്. പുതിയതായിട്ട് ആരും കാണുന്നു ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പിന്നെ മൈനീസ് സോസ് അതിൻ്റെ ഒക്കെ തോന്നുന്നു നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കും. നമ്മളേക്കും പുതിയ വീടായിട്ട് വരാം. ലൈക്ക് ഷെയർ ആക്കാൻ ആരും മറക്കണ്ട. ബൈ.